വരാറായാ? ആ ഇപ്പൊ വരും. ഇനി നമ്മളെന്നാ കാണട പൊന്നു? നമുക്ക് കാണാടാ. ഞാൻ വീഡിയോ കോൾ ചെയ്യാം. നിന്റെ ഇത്താത്തയെ കാണാൻ വന്ന കാര്യം എന്തായി? അത് ചീറ്റിപ്പോയി. എന്നെ പറ്റി അളിയൻ എങ്ങനെ പറഞ്ഞു? ഒളിഞ്ഞിരുന്നൊക്കെ വെറുതെ ആയിരുന്നു. എടാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താടാ? നിന്റെ ഇത്താത്ത ആ ഉമ്മ വന്നു. പോവാ റസോ? ആ പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നടാ? കുഴപ്പമില്ല. നന്നാവട്ടെ. എൻ്റെ റസു എന്നും നിന്നെ പറ്റി പറയും. ഏതായാലും ഒരുപാട് നന്ദിയുണ്ട് മോനെ. ഒരു കൂടപ്പിറപ്പിനെ പോലെ എൻ്റെ റസുവിനെ കൊണ്ടുനടന്നതിന്. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന മോൻ്റെ കൂടെ എന്നും ഉണ്ടാവും. പിന്നെ നീയും വീട്ടുകാരും കൂടെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. ഞങ്ങൾക്കത് വലിയ സന്തോഷമാണ്, പ്രത്യേകിച്ചും എൻ്റെ റസുവിന്. അല്ലേടാ? തീർച്ചയായിട്ടും അവൻ എന്തായാലും ഞാൻ എന്തായാലും വരും. ശരി പോട്ടെ. ആ, ശരി. പോവാ റസു? പോ. അമ്മച്ചിക്ക് ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് പൊക്കോളൂ. ഇടയ്ക്ക് ഇടയ്ക്ക് തലവേദന വരും. തലവേദന വന്നാ മരിക്കോ? പേടിക്കണ്ട, അടുത്ത കാലത്തൊന്നും അമ്മച്ചി മരിക്കില്ല. പോരെ? ആ ഇതാര്? പൊന്നമ്മയാ? എന്താ അസുഖം? ഉച്ചയ്ക്ക് തുടങ്ങിയതാ. വയറ്റിനകത്ത് എന്തോ ഒരു. അതൊന്നും സാരല്ല, പെട്ടെന്ന് മാറിക്കോളും. മോളെവിടെ? അവള് വീട്ടിലൊറ്റയ്ക്കാ. മുറിയിലിട്ട് പൂട്ടി പോന്നതാ. നോക്കാൻ ആരുമില്ലല്ലോ. ജീവനോടുണ്ടോന്നറിയില്ല. പോട്ടെ മോളെ. എന്നാ ശരി. മാഡം ഒരു മിനിറ്റ്. ഓക്കെ. അമ്മച്ചി ഇത് വെച്ചോ. അതൊന്നും വേണ്ട മോളെ. സാരല്ല, വെച്ചോ. ശരി. ആൻസി അറിയോ അവരെ? ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും. മരിക്കാറായോന്നറിയാം. ഞാൻ വെറുതെ ഒന്ന് പരിശോധിച്ച് സമാധാനിപ്പിച്ചു വിടും. എനിക്കറിയാം അവരെ. ആകെ ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കല്യാണം കഴിഞ്ഞു. ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ അതിന് ഫിസിക്കൽ ആൻഡ് മെന്റൽ പ്രോബ്ലം. കുഞ്ഞിങ്ങനെ ആയത് തള്ളയുടെ കുഴപ്പം കൊണ്ടാണെന്നും പറഞ്ഞ് ഭർത്താവ് അവർ ഉപേക്ഷിച്ചു പോയി. അതോടെ മോള് ഡിപ്രസ്ഡായി. കഴിഞ്ഞ വർഷം ആ മോൾ സൂയിസൈഡ് ചെയ്തു. ഇപ്പോ ഈ അമ്മച്ചിയും ആ കുഞ്ഞും ഒറ്റയ്ക്കാ. സഹായിക്കാനോ സംരക്ഷിക്കാനോ ആരുമില്ല. ഇപ്പം ആ കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. അവർ മരിച്ച ആ കുഞ്ഞിൻ്റെ കാര്യം എന്താവും എന്നുള്ള പേടിയിലാണ് ഇപ്പോഴും. അതാ ഇടയ്ക്കിടവിടെ വന്ന് പരിശോധിക്കുന്നേ. കഷ്ടം.